ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഗണപതി നാരങ്ങ അച്ചാറാണ്. നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോവാല്ലേ. ആദ്യമേ സ്റ്റവിലേക്ക് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അടുത്തതായിട്ട് വേണ്ടത് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഇട്ടിട്ട് നന്നായിട്ട് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇത് മൂത്ത് വരുന്നതിന് മുമ്പ് തന്നെ ഇതിലേക്ക് ആവശ്യത്തിന് കരിവേപ്പില ഇട്ട് കൊടുക്കുക. കരിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അങ്ങനെ മൂത്ത് വരുമ്പോൾ നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 2 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 3 ടീസ്പൂൺ അച്ചാർ പൊടിയും ഇതിലിടുന്നുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വിനാഗിരി അഥവാ സുർക്ക നമുക്ക് ഒഴിച്ചു കൊടുക്കുക. അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ അച്ചാറിന് വേണ്ട ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇനി നമ്മുടെ ഗണപതി നാരങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞങ്ങൾ നേരത്തെ ഈ നാരങ്ങ അരിഞ്ഞിട്ട് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിട്ട് ഉപ്പിലും സുർക്കയിലും കൂടെ ഇട്ട് വെച്ചിട്ടുണ്ട്. എന്നാൽ ഇതിന്റെ കയ്പ് കുറച്ച് മാറി കിട്ടും. ഇനി നമ്മളതിലുള്ള നാരങ്ങ എടുത്തിട്ട് നമുക്ക് ഈ വിനാഗിരിയിലെ ഈ അച്ചാറിന്റെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഈ മസാലയൊക്കെ അച്ചാറിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഗണപതി നാരങ്ങ അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. മാത്രമല്ല എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീണ്ടും ഒരു വീഡിയോവുമായിട്ട് നാളെ കാണുന്നതുവരേക്കും എല്ലാവർക്കും ബായ്.